ഭസ്മക്കുറി ധരിച്ച് ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് വിജയമേ വരൂ എന്ന് ശിവപുരാണത്തിലും ദേവീഭാഗവതത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി കുളിച്ചില്ലെങ്കിലും ഭസ്മം ധരിച്ചാൽ ഞാൻ അതിനെ ഭസ്മസ്നാനമായി കണ്ടോളാം. കുളിക്കുന്നത് കൊണ്ട് നിൻ്റെ പുറത്തെ പൊടിയേ പോകുന്നുള്ളൂ, അകത്തെ പൊടി കളയാൻ ഭസ്മസ്നാനം എന്ന് പരമശിവൻ ദേവീഭാഗവതത്തിൽ പറയുന്നത് നമ്മൾ രോമാഞ്ചത്തോടെയാണ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വാർത്തകളിൽ ഇടം പിടിച്ച ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായി. ഗുകേഷിന് മുൻപ് പ്രജ്ഞാനന്ദ ചെസ് രംഗത്ത് ഒരുപാട് നേട്ടം കൊയ്ത ഒരു ഇന്ത്യക്കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് പറയാനുള്ളത് അവർ തമിഴ്നാട്ടിലെ തമിഴ് വംശജരാണ്. അവരുടെ നെറ്റിയിലൊരു ഭസ്മക്കുറിയുണ്ട്. ആ ഭസ്മക്കുറി പ്രജ്ഞാനന്ദയുടെ ആ വിജയത്തോടനുബന്ധിച്ച് തന്നെ വളരെയധികം ചർച്ചയായതും വിവാദമായതുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗുകേഷ് വന്നപ്പോൾ ഗുകേഷിനും ഉണ്ട് ആ ഒരു ഭസ്മക്കുറി. ശരിക്കും അതൊരു സനാതന സംസ്കാരത്തിന്റെ നിഴലിൽ വളരുന്ന രണ്ട് കുഞ്ഞുങ്ങൾ. ഇതുപോലെ ഈ രണ്ട് ചെസ് ചാമ്പ്യന്മാരെ ഇന്ന് ലോകം അറിയുകയാണ്. അതുകൊണ്ട് ഇത് ധരിച്ചത് അവർക്കൊരു മോശമായിട്ട് അവർക്കും തോന്നുന്നില്ല, ആ രംഗത്തുള്ളവർക്കും തോന്നുന്നില്ല. പിന്നെ മാഡം എപ്പോഴും ക്ഷീരമുള്ളവരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അവർ വിജയിച്ചല്ലോ, അത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു അഭിമാനമാണെന്ന് പറയുന്നതിന് പകരം അവരിത് എന്തിനാണ് ധരിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ടാവും. അതെന്നും ഏത് കാലത്തും ഉണ്ടാവും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയേ വേണ്ട. മാവേൽ മാങ്ങ വരുമ്പോൾ താഴെ നിന്ന് നല്ല ഏറ് വരും. നല്ല മാങ്ങയാണെങ്കിൽ കണ്ണമ്മൂല കൂടെ പോകുന്ന കാക്ക വന്ന് പൗർണമിക്കാവിൽ ബെങ്ങാനൂരിൽ വന്ന് അതിലിരുന്ന് കാഷ്ടിച്ചിട്ടും പോകും. ഇത് രണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മാവ് കൊടുത്തത്. അപ്പോൾ ഇത് നമ്മളിതൊന്നും ചിന്തിക്കാതെ, മാഡത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. കുട്ടികളെ അങ്ങനെ ആധ്യാത്മികമായ ഒരു ചിന്തയിൽ വളർത്തിയാൽ അവർക്ക് നന്മ വരുന്നത് നമുക്കും കാണുന്ന ഒരു സംതൃപ്തിയാണ്. അതിന് ഈ ചെസ് ചാമ്പ്യന്മാർ ലോകത്തിനൊരു മാതൃകയാവട്ടെ. പറ്റുമെങ്കിൽ നമ്മൾ അവരെ രണ്ടുപേരെയും ഇവിടെ വിളിച്ച് അടുത്ത പൗർണമിക്ക് ഒരു സ്വീകരണം കൊടുക്കാൻ ആലോചിക്കുകയാണ്. നമ്മുടെ ആവിർഭാവ് ഹിന്ദി പാട്ടുപാടിയ ആ കുട്ടിയെയും ഇവരെയൊക്കെ ഒന്ന് വിളിച്ച് അവരുടേതായ ആ കഴിവ് ഈ ബാല്യത്തിലെ ലോകത്തിന് കാട്ടിക്കൊടുത്ത് നമുക്കൊരു അഭിമാനമാണ്. അങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോഴും കർമ്മയാണ് ഈ ക്ഷേത്രത്തെ ലോകം മുഴുവൻ എത്തിച്ചതിൽ ഒരു വലിയ പങ്ക് കർമ്മയ്ക്കുണ്ട് എന്നുകൂടി ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. മുസ്ലിമിന് നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളതിനെ നമ്മൾ ബഹുമാനിക്കും. ഒരു ക്രൈസ്തവൻ കുരിശ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ വിരോധമില്ല. നമ്മുടെ ആളുകൾ ചന്ദനവും കുങ്കുമവും ഭസ്മവും ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും ഒക്കെ തൊടട്ടെ. ഒരു സ്കൂളിലേക്ക് യൂണിഫോം ധരിച്ച് പോകുന്നത് പോലെ, ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഇപ്പം മാഡം ഇട്ടിരിക്കുന്നത് പോലെ, ഒരു യൂണിഫോം ധരിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത് പോലെ, വക്കീലിപ്പം ബനിയനിട്ടുണ്ട്, കൈലി മടക്കി കുത്തി തലയെ കിട്ടി യുവർ ഹോണർ എന്ന് പറഞ്ഞാലും ആണ്. പക്ഷേ ആ വേഷം അണിയുമ്പോൾ ഒരു പ്രത്യേകതയാണ്. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ വേഷം. അതേപോലെ ഒരു അമ്പലത്തിൽ വന്ന് പോകുമ്പോൾ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ കിഴക്കുടിഞ്ഞാറ് വെച്ച പ്രസാദം സ്വീകരിച്ച് നാലാമത്തെ വിരൽ കൊണ്ട് നെറ്റിയിൽ കുങ്കുമവും ഭസ്മവും ഒക്കെ ധരിക്കുമ്പം അവർക്ക് മസ്തിഷ്കത്തിൽ നല്ല ചിന്തകളുണ്ടാവും. മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിലില്ല. ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ മാനസികമായ വളർച്ചയ്ക്ക് മസ്തിഷ്കത്തിനോട് ചേർന്ന് ഇത് തേക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി അവർക്ക് ബോധ്യപ്പെടുമ്പോൾ ഇനി ആര് അപലപിച്ചാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും അവർക്കത് വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഹരിനാമഗ്രന്ഥത്തിൽ റൗഭോഷൻ എന്ന് ഭാഷിക്കലും ചിലർ കളിപ്പാവ എന്ന് പറയുന്നാകിലും പരിഹസിച്ചാലും ആവോ നമുക്ക് തിരിയായെന്നുറച്ച് തിരുനാമങ്ങൾ ചൊൽക ഹരി നാരായണായ നമാന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് കൂടുതൽ ഊർജം പകരും. സനാതനധർമ്മം ഒരിക്കലും നശിക്കാത്ത ചൈതന്യപൂർണമായ ഒരു മഹോന്നതമായ ദർശനമാണ്. ധർമ്മം എന്നുള്ള വാക്കിന് ഇംഗ്ലീഷ് വാക്ക് പോലും കണ്ടുപിടിച്ചിട്ടില്ല. DHARM എന്നെഴുതി ഇടുകയാണ്. കർമ്മ എന്ന് എഴുതുന്ന പോലെ KARM, അതിന് വേറെ ഇംഗ്ലീഷില്ല. അതേപോലെ കർമ്മവും ധർമ്മവും ഒരേപോലെ പോകണമെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളെ ഈശ്വരവിശ്വാസത്തിൽ വളർത്തണം. ഭസ്മക്കുറി പരമശിവൻ്റെ മംഗളസൂചകമാണ്. പൗർണമിക്കാവിലെ പ്രധാന പ്രസാദവും ഭസ്മമാണ്. അപ്പോൾ ഭസ്മം നമശിവായ തൊട്ട് ജപിക്കുമ്പോൾ ആയുസ്, ആരോഗ്യം, പരമശിവൻ്റെ സാന്നിധ്യം, പരമശിവൻ്റെ സഹധർമ്മിണിയാണ് അന്നപൂർണേശ്വരിയായ പാർവതീദേവി. അപ്പോൾ അന്നത്തിന് മുട്ടുവരില്ല. സകല കർമ്മങ്ങളിലും വിജയം വരണമെങ്കിൽ വിഘ്നങ്ങളില്ലാതാകണം. ആ കുടുംബത്തിലെ വിഘ്ന നിവാരകനാണ് മഹാഗണപതി. ജ്ഞാനപ്പഴമാണ് പരമശിവൻ്റെയും പാർവതീദേവിയുടെയും മകനായ സുബ്രഹ്മണ്യ സ്വാമി. പിന്നെ ശിവൻ്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് ഹനുമാൻ സ്വാമിയും അയ്യപ്പസ്വാമിയും എന്നാണ് നമ്മുടെ സങ്കല്പം. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീകമായി ഭസ്മക്കുറി ധരിച്ച് ഒരു കർമ്മത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് വിജയമേ വരൂ എന്ന് ശിവപുരാണത്തിലും ദേവീഭാഗവതത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി കുളിച്ചില്ലെങ്കിലും ഭസ്മം ധരിച്ചാൽ ഞാൻ അതിനെ ഭസ്മസ്നാനമായി കണ്ടോളാം. കുളിക്കുന്നത് കൊണ്ട് നിൻ്റെ പുറത്തെ പൊടിയേ പോകുന്നുള്ളൂ, അകത്തെ പൊടി കളയാൻ
ഭസ്മസ്നാനം എന്ന് പരമശിവൻ ദേവീ ഭാഗവതത്തിൽ പറയുന്നത് നമ്മൾ രോമാഞ്ചത്തോടെയാണ് വായിക്കുന്നത്. അപ്പോൾ ഡോക്ടറും ഭൗതിക തലത്തിൽ ഡോക്ടറും ആധ്യാത്മിക തലത്തിൽ ഈശ്വരനും നോക്കുന്നത് നമ്മുടെ അകമാണ്. ആ അകം ശുദ്ധമാക്കാൻ ഭസ്മം ഏറ്റവും ശ്രേഷ്ഠമെന്ന് തെളിയിച്ചത് പരമശിവനാണ്. പരമശിവന്റെ പുറമേയുള്ള സൗന്ദര്യം നോക്കിയല്ല പാർവതി ദേവി ഭർത്താവാക്കിയത്. അതിന് പരമശിവൻ തന്നെ വേഷം മാറി വന്ന് പറയുമ്പോൾ പറയും, നിങ്ങൾ വിഡ്ഢിയാണ്, പുറമേ ഉള്ളതല്ല സൗന്ദര്യം, ഞാൻ അകമാണ് കണ്ടത്. നമുക്കറിയാം, വറച്ചിയായ ശബരി കടിച്ചു വെച്ച പഴത്തിൻ്റെ ബാക്കിയാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ വാങ്ങി കഴിച്ചത്. കുചേലൻ ചെന്നതും വിയർത്ത് ഒലിച്ചാണ്. അവരൊക്കെ നോക്കുന്നത് ഈ ഭക്തൻ്റെ ഉള്ളിലെ ആന്തരിക ചൈതന്യമാണ്. അപ്പം ഭസ്മം എല്ലാ ദുഃഖങ്ങളെയും അകറ്റും, വിജയത്തിലേക്കുള്ള ഒരു മാർഗദീപം. കുങ്കുമം തൊട്ടാൽ ദൈവ ചൈതന്യം, ദേവിയെ പ്രതിനിധീകരിച്ച്, ദേവിയുടെ മുകളിൽ ആരുമില്ല. മഞ്ഞളും അതുപോലെ ഈശ്വരീയ തരംഗങ്ങളൊക്കെ ഉള്ള ചില വസ്തുക്കൾ ചേർത്താണ് കുങ്കുമം ഉണ്ടാക്കുന്നത്. ഇതാർക്കും തൊടാം. മഞ്ഞൾ പ്രസാദവും കുങ്കുമ പ്രസാദവും ഭസ്മപ്രസാദവും മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ചന്ദനം തൊടുന്നത്. ഭാഗവതത്തിൽ, ദേവീ ഭാഗവതത്തിൽ പറയും, ദേവിമാർ പോലും, 3 ദേവിമാർ പോലും പരമശിവനും മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇത് ധരിക്കുന്നതിന് മുൻപേ അവർ മത്സരിച്ച് ഭസ്മമിടുന്ന കാര്യം സൂചിപ്പിക്കും. രാവിലെ വെള്ളം ചേർക്കാതെയും വൈകിട്ട് വെള്ളം ചേർത്തും 3 വിരൽ കൊണ്ട്, 2 വിരൽ കൊണ്ട് വലത്തോട്ടും മധ്യവിരൽ കൊണ്ട് ഇടത്തോട്ടും ഭസ്മം ധരിച്ചാൽ അവർക്ക് വിജയം എന്നത് വാസ്തവത്തിൽ ഈ ആധുനിക കാലത്ത് തെളിയിച്ചു കൊടുത്തവരാണ് മാഡം പറഞ്ഞ നമ്മുടെ 2 ചെസ് ജേതാക്കൾ. അവരതിലൊന്നും ധരിച്ചില്ല. അവരുടെ പാരമ്പര്യം, പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം നമുക്കറിയാം. 4 വയസ്സുള്ള പെൺകുട്ടിയെ പോലും അമ്മ എന്നാണ് അവർ വിളിക്കുന്നത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടകത്തിലുള്ള ഭക്തിയുടെ ഒരു തരംഗം വാസ്തവത്തിൽ കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ കേരളത്തിൽ സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു പാരമ്പര്യം പകർന്നുകൊണ്ട് അവർ ജയിച്ചോട്ടെ പരാജയപ്പെട്ടോട്ടെ, ഞങ്ങളുടെ സംസ്കാരമാണിത് തൊട്ടിരിക്കുന്നതെന്ന് അവർ കാണിച്ചു തരികയും, അതിൽ അറിവില്ലാത്തവർ പല വിമർശനങ്ങളും പറഞ്ഞെങ്കിലും വിജയം വന്നത് നമ്മൾ കണ്ടല്ലോ. അവർ ഇത് ധരിച്ച് പരാജയപ്പെട്ടു എന്നായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിവാദമാവില്ല. വിജയിച്ചതിൽ വിവാദം കണ്ടെത്തുന്നതിൽ നമ്മൾ ശങ്കിക്കുകയും വേണ്ട. കാരണം പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ, നിന്നെപ്പോലൊരു 100,000 രാവണന്മാർ ഒരുമിച്ച് എന്നോട് എതിർത്തിയിടിലും നിയതമിത് മമ ചെറുവിരൽക്ക് പോരാ, പിന്നെ നീ എന്തു ചെയ്യുന്നത് എന്നോട് കശ്മല എന്ന് ലങ്കയിൽ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായി പോയ ഹനുമാൻ പറഞ്ഞ മണ്ണാണിത്. ഞാൻ ഭസ്മത്തെ വിശ്വസിക്കുന്നു, ഞാൻ പരമശിവനെ വിശ്വസിക്കുന്നു, പാർവതീദേവിയെ വിശ്വസിക്കുന്നു. എൻ്റെ പൈതൃകവും പാരമ്പര്യവും അതാണ്. ഭസ്മക്കുറി അണിഞ്ഞുകൊണ്ട് ഞാനിതിൽ പങ്കെടുക്കുന്നെങ്കിൽ, പരാജയപ്പെട്ടെങ്കിൽ ഞാനത് എൻ്റെ പരാജയമായും, വിജയം വന്നാൽ അത് ഈശ്വരൻ്റെ വിജയമായും കണ്ട 2 ചെറുപ്പക്കാർ നമുക്ക് മാതൃകയാണ്. മാഡം പറഞ്ഞതുപോലെ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ട് നാമം ജപിക്കും, ഭസ്മക്കുറി ധരിക്കും, അമ്പലത്തിൽ വരും. അടുത്ത ഒരു തലമുറ വന്നില്ലെങ്കിൽ ഈ അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശിക്കും മുത്തശ്ശനും അപമാനമാണ്. അവർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു, ഇപ്പോൾ അവിടെ താമസിക്കുന്ന തലമുറയെ നോക്ക്, അവർ പരാജയപ്പെട്ടു. അതെന്തായാലും ഭഗവാൻ സമ്മതിക്കില്ല. നാമം ജപിക്കുന്നവൻ ആദ്യം കുറേ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. സൂര്യനെ കാർമേഘം മറയ്ക്കും. അതുകൊണ്ട് സൂര്യായ നമ എന്ന് ജപിച്ച ഒരാൾ കാർമേഘായ നമ എന്ന് ജപിക്കില്ല. ഒരു കാറ്റ് വരുമ്പോൾ കാർമേഘം പോകുമെന്ന് അവർക്കറിയാം. അതുപോലെ അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ, സ്കൂളിൽ പോകാൻ നമുക്ക് വലിയ താല്പര്യം 1ാം ക്ലാസ്സിൽ ഇല്ലായിരുന്നു. അതുപോലെ അമ്പലത്തിൽ വരാൻ വലിയ താല്പര്യം കുട്ടികൾക്കില്ലെങ്കിലും, മോനെ അമ്മയും അച്ഛനും പോയാലും നിങ്ങളെ പരമശിവനും പാർവതീ ദേവിയും നോക്കും. നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. വലിയ നാമമൊന്നും വേണ്ട, രാവിലെ നമശിവായ, വൈകിട്ടോ അമ്മേ നാരായണ ജപിച്ചാൽ നിങ്ങൾക്കൊരു നന്മയുണ്ടാകുമെന്ന് നമ്മൾ അടുത്ത തലമുറയെ പ്രേരിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് കൃത്യമായി അത് വന്നു കഴിയുമ്പം അവർക്കൊരു മനസ്സിലാവും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആയുർവേദ മരുന്ന് കഴിച്ചാൽ മരുന്ന് കഴിക്കുന്ന ദിവസവും പഥ്യവും നല്ലിരിപ്പും കഴിഞ്ഞാണ് ശരീരത്തിലേക്കത് പിടിച്ചു തുടങ്ങുന്നതെന്നതുപോലെ നാമം കൃത്യമായി ജപിക്കുകയും ഒരു 12 വയസ്സ് മുതൽ ജപിച്ചാൽ 12ഉം 12ഉം 24 ഒരു വ്യാഴവട്ടം. അപ്പോൾ അവർക്ക് മനസ്സിലാവും. 24ഉം 12ഉം 36. അപ്പോൾ അവർ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കിടക്കും. 36ഉം 12ഉം 48, 48ഉം 12ഉം 60. അർത്ഥായുസാവുമ്പോൾ ഈ ജപിച്ചതിന് ഫലമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും നമ്മുടെ മക്കളും കൊച്ചുമക്കളുമൊക്കെ അത് കണ്ട് വളരുന്നത് കൊണ്ട് അവർ വഴിപിഴച്ച് പോവാതെ അപ്പൂപ്പൻ നാമം ജപിച്ചു, അച്ഛൻ നാമം ജപിച്ചു, അമ്മൂമ്മ നാമം ജപിച്ചു, അമ്മ നാമം ജപിച്ചു, അതുകൊണ്ട് നമുക്ക് നല്ലതേ വന്നുള്ളൂ എന്നൊരു കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ബാല്യത്തിൽ മനസ്സിലാക്കി അവരും ആ ആചാര്യങ്ങൾ പാലിച്ചാൽ
അവർക്ക് നന്മ വരുമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്ത 2 ചെസ് ചാമ്പ്യന്മാരാണ് മാഡം പറഞ്ഞ ആ വീര കേസരികൾ. അവരെ നമ്മൾ എന്നും നമസ്കാരത്തോടെയാണ് ഓർക്കുന്നത്. ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ കരിയറിൽ തരുന്നതിന് പൗർണമിക്കാവിൽ അമ്മയ്ക്കും ഒരുപാട് സ്ഥാനമുണ്ട്, ആ അനുഗ്രഹമുണ്ട്. ഇന്ന് ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ സത്യം പറയാം, ഇവിടെ വന്ന് സാറിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു വല്ലാത്ത എനർജിയാണ് എനിക്കും എൻ്റെ ടീമിനും അനുഭവപ്പെടാറുള്ളത്. അതുകൊണ്ട് ഒരുപാട് നന്ദി ഈ അനുഗ്രഹത്തിന്.